Welcome to Study Table. My name is Angelit. Today we are going to discuss the chapter From Trade to Power, Part 3. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഓക്കെ, ഒന്നും രണ്ടും പാർട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ അതിന്റെ ലിങ്ക് അയക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് എടുത്ത് കാണുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കൊച്ചു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്തൊക്കെയാണ്? The reign expands, the Treaty of Srirangapattanam, Subsidiary Alliance, the Doctrine of Lapse. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടെ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും പാർട്ടും കറക്റ്റ് ആയിട്ട് കാണുക. എൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾ ആ ഒരു പാർട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഓക്കെ, സോ നമ്മൾക്ക് അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം കാണും അല്ലെ, ഈ ഒരു പാർട്ട് കാണുന്ന നിങ്ങൾക്ക് അത്ര മനസ്സിലാവാൻ സാധ്യതയില്ല. അപ്പൊ ചെറിയൊരു ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ശരിക്കും. ഓക്കെ, കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താ കണ്ടത്? തുർക്കിക്കാർ എന്ത് ചെയ്തായിരുന്നു? കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കി അല്ലെ, നമ്മൾ അതെല്ലാം കണ്ടല്ലോ. അപ്പൊ എന്താ സംഭവിച്ചത്? കീഴടക്കിയതിനു ശേഷം ഈ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ എന്തായി? തടസ്സപ്പെടുത്തി അല്ലെ. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ അവര് ശ്രമം ആരംഭിച്ചത് അല്ലെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാ. ഈ കാര്യമെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം. ഓക്കെ, സോ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത അവര് കണ്ടെത്തി അല്ലെ. അതിലൂടെ അങ്ങനെ അവർ കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാം കച്ചവടത്തിന് എങ്ങോട്ടെത്തി? നമ്മുടെ ഇന്ത്യയിലേക്ക് അവരങ്ങനെ എത്തി. ഓക്കെ, സോ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിൽ കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി പരസ്പരം അവർ മത്സരിച്ചു. ഓക്കെ, അവർ കോമ്പറ്റീഷൻ ആയിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ അവർ പരാജയപ്പെട്ടു പോയി, അവർ തോറ്റ് അവർ തിരിച്ചുപോയി. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. ഓക്കെ, അങ്ങനെ അവർ തമ്മിൽ നടത്തിയ മത്സരത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് മത്സരങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഈ യുദ്ധത്തിൽ ആരാ തോറ്റത്? ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത്. അങ്ങനെ ഫ്രഞ്ചുകാർ തോറ്റു. ഇപ്പൊ ആരുണ്ട് ഇന്ത്യയിൽ ബാക്കി? ഇംഗ്ലീഷുകാരാണ് ഉള്ളത് അല്ലെ. അപ്പം ഇംഗ്ലീഷുകാരുടെ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, അങ്ങനെ അവര് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തി. ഓക്കെ, അവര് മാത്രമായി കച്ചവടം നടത്താൻ ഇന്ത്യയിൽ ബാക്കി. ഓക്കെ, ഇവർക്ക് കച്ചവടം മാത്രമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അധികാരം നേടുക. അവരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ അവർക്ക് അധികാരം നേടണം. അതിനായി അവർ എന്ത് ചെയ്തു? ബംഗാളും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളും മൈസൂർ ഒരുപാട് സ്ഥലങ്ങൾ അവർ എന്ത് ചെയ്തു? കീഴടക്കുകയായിരുന്നു. ഓക്കെ, അതെല്ലാം അവർ അവരുടെ കീഴിൽ ആക്കി. ആ ഓരോ സ്റ്റേറ്റിന്റെ കൺട്രോളും ആരുടെ കീഴിലായി? യെസ്, ഈ ഇംഗ്ലീഷുകാരുടെ കൺട്രോളിലായി. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് നോക്കാം അതിനുശേഷം എന്താ സംഭവിച്ചത്. ഓക്കെ, അവർ ഏതെല്ലാം ഭാഗങ്ങൾ കീഴടക്കി, ഇന്ത്യയിൽ എന്തൊക്കെയാ അവർ ചെയ്തത് എന്നൊക്കെ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദ റെയിൻ എക്സ്പാൻസ്, ആധിപത്യം വ്യാപിക്കുന്നു. മൈസൂർ വാസ് അനദർ region that was subjugated by the British. അതായത് ബ്രിട്ടീഷുകാര് കീഴടക്കിയ അവരെ അധീനതയിലാക്കിയ മറ്റൊരു പ്രദേശമായിരുന്നു എന്ത്? മൈസൂർ. ഓക്കെ, മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. അതായത് ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു എന്ത്? ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലം. ഇറ്റ് became the dominant power in the region during the reign of ഹൈദർ അലി and ടിപ്പു സുൽത്താൻ. അതായത് ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ നല്ല പ്രബല ശക്തിയായിരുന്നു. ഓക്കെ, the domination extended even to the areas like മലബാർ. അതായത് ഈ മൈസൂറിന്റെ ആധിപത്യം, അതിന്റെ ഡോമിനേഷൻ മലബാറിലേക്കും വ്യാപിച്ചിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, this interrupted the trade of the British in Malabar region. ഇത് കാരണം എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് അത് തടസ്സമായി, അത് ഇന്ററപ്റ്റ് ചെയ്തു. ഓക്കെ, the friendly relation that Tipu Sultan maintained with the French also added fuel to the animosity of the British. അതായത് ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായ സൗഹൃദം ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാർക്കും. അപ്പം ഇത് ആർക്കിഷ്ടമല്ല? യെസ്, ഇത് ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഓക്കെ, ദിസ് മെയ്ഡ് ദം കോൺക്വർ മൈസൂർ. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക്
അത് കീഴടക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു. Tipu fought bravely with the British and died fighting in the Fourth Anglo-Mysore War. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായി ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ എത്രാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് മരണം വരിച്ചത്? യെസ്, 4ാമത്തെ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിൽ അദ്ദേഹം മരണം വരിച്ചു. ഓക്കെ, വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർസ്, മലബാർ ആൻഡ് കൂർ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. അങ്ങനെ മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാറും കൂർഗും എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ട്രീറ്റി എന്ന് പറഞ്ഞത് ഉടമ്പടി എന്താണെന്ന് നോക്കിയേ. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 wars ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുസെർനിറ്റി ഇൻ മൈസൂർ. അതായത് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങളാണ് നടത്തേണ്ടി വന്നത്. ദ ബ്രിട്ടീഷ് annexed മലബാർ ആസ് പെർ ദ ശ്രീരംഗപട്ടണം ട്രീറ്റി signed between Tipu and the British after the Third Anglo-Mysore War. അതായത് 3ാം മൈസൂർ യുദ്ധത്തിനു ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പും അനുസരിച്ചാണ് എന്ത് ചെയ്തത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ആർക്ക് കിട്ടി അങ്ങനെ മലബാർ? അത് ബ്രിട്ടീഷുകാരെടുത്തു. അപ്പൊ നോക്കിയേ, ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th century. ഓക്കെ, ബ്രിട്ടീഷ് അധിനിവേശമുള്ള പ്രദേശങ്ങളാണ് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്. ഏതെല്ലാം ഭാഗങ്ങളാണ് നോക്കി ബ്രിട്ടീഷുകാർ അവരുടെ കൺട്രോളിലായിരുന്നത്? കണ്ടോ, ഈ കളർ ചെയ്തേക്കുന്ന ഭാഗം എല്ലാം ആരുടെ കൺട്രോളിലായിരുന്നു? യെസ്, ബ്രിട്ടീഷുകാരുടെ മാത്രം കൺട്രോളിലായിരുന്ന ഭാഗങ്ങളാണ് ഇത്രയും ഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് പാർട്ടിൽ എന്താ ഇവിടെ കാണുന്നത്. Subsequently, the company conquered the Marathas, who were a threat to the cotton trade of the British. ഇനി നോക്കിയേ, മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. ഓക്കെ, so after they conquered the princely state of Sindh, Punjab and Awadh. അതായത് മറാത്തികൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ നോക്കി ഇവിടെ നമ്മൾ കണ്ടില്ലേ കോട്ടൺ ട്രേഡ്, അതായത് പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ കോട്ടൺ ട്രേഡിന് ആരാണ് തടസ്സം സൃഷ്ടിച്ചത്? മറാഠാസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പൊ അവരെന്ത് വിചാരിച്ചു? ഇവന്മാരെ കീഴടക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കോട്ടന്റെ ട്രേഡ് നടത്താൻ ആരും സമ്മതിക്കുന്നില്ല, ഈ മറാഠാസ് സമ്മതിക്കുന്നില്ല, ഇവന്മാരെ അതുകൊണ്ട് അങ്ങ് കീഴടക്കിയേക്കാം. ആര് വിചാരിച്ചു? ബ്രിട്ടീഷുകാര് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങൾ അവരെന്ത് ചെയ്തു? കീഴടക്കി. We have seen that the British conquered the powerful princely states using military force. നമ്മൾ കണ്ടല്ലോ, സൈനിക ശക്തി അല്ലെ, മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചല്ലേ ഒരു പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കോൺകർ ചെയ്തു, കീഴടക്കി അല്ലേ. Such states came under the British rule. എന്നിട്ട് ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം എന്ത് പറ്റി? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി അല്ലേ. Certain other princely states were affiliated through treaties and legislation. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ അവരുടെ പരിധിയിലാക്കിയത്. എങ്ങനെയൊക്കെയാണ്? ട്രീറ്റീസ് എന്ന് പറഞ്ഞ ഉടമ്പടികൾ വഴിയും, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം വഴിയുമാണ് അവർ അവരുടെ കീഴിലാക്കിയത്. ഓക്കെ, നോക്കാം. ദ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെലസ്ലി ആൻഡ് ദ ഡോക്ട്രീൻ ഓഫ് ലാപ്സി എക്സിക്യൂട്ടഡ് ബൈ ലോർഡ് ഡെൽഹൌസി ഹാഡ് ഇമ്പോർട്ടന്റ് റോൾസ് ഇൻ ദ അക്വിസിഷൻ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അതായത് എന്താ അവിടെ പറയുന്നത്? വെല്ലസി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, അതുപോലെ ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തവകാശ നിരോധന നിയമം എന്നിവ എന്ത് പറ്റി? നാട്ടുരാജ്യങ്ങളെ അവരുടെ പരിധിയിലാക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. ഇതെന്താ നമുക്ക് തുടർന്ന് കാണാൻ പറ്റും. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ നെക്സ്റ്റ് പേജിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കണ്ട് പേടിക്കണ്ട, ഈ വലിയ വലിയ വാക്കുകൾ എന്താണെന്ന് നോക്കി പേടിക്കണ്ട. നെക്സ്റ്റ് പേജിൽ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ entered into the subsidiary alliance. അതായത് സൈനിക സഹായ വ്യവസ്ഥയിൽ സബ്സിഡറി അലയൻസിന് എന്ത് പറ്റി? ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഓക്കെ, അങ്ങനെ നോക്കി 1857 ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി ഇന്ത്യയുടെ ഇന്ത്യയുടെ 3/4 ഭാഗം ആരുടെ കീഴിലായി? ബ്രിട്ടീഷിന്റെ കീഴിലായി അല്ലേ. The rulers who signed the subsidiary alliance were assured protection by the company against invasions and internal revolts. അതായത്
നമ്മൾ കണ്ടല്ലോ മറ്റേ സബ്സിഡറി അലയൻസ് സൈനിക വ്യവസ്ഥയിൽ ആരൊക്കെ ഒപ്പുവെച്ചത് നമ്മൾ കണ്ടില്ലേ? 2-3 സ്റ്റേറ്റ് അല്ലേ? ആരൊക്കെയായിരുന്നു? ഹൈദരാബാദും ഇൻഡോർ അങ്ങനെയൊക്കെയുള്ള തഞ്ചാവൂർ നാട്ടുരാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ചു അല്ലേ? അപ്പൊ അവർക്ക് എന്ത് ഇതാ കിട്ടിയത്? യെസ്, അതിന് ഒപ്പുവെച്ചതോടെ അവർക്ക് ഈ രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകി. ഓക്കെ, ആര് ഉറപ്പ് നൽകി? കമ്പനി ഇവർക്ക് എന്ത് ഉറപ്പ് കൊടുത്തു? എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം നോക്കിക്കേ. However, the actual administrative power of the states were with the representatives of the company. അതായത് ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ ആക്ച്വലി ആരുടെ കയ്യിലായിരുന്നു? അത് നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളാണ്. ഓക്കെ, റെപ്രസെന്റേറ്റീവ്സ് ആണ് ശരിക്കും ഈ സ്ഥലങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ നടത്തിയത്. ലോർഡ് ഡെലൗസി ഇൻട്രൊഡ്യൂസ് ദ പോളിസി ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാപ്സി. നമ്മൾ കണ്ടല്ലോ ആരാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സി, അതായത് ഈ ഒരു നിയമം കൊണ്ടുവന്നത് ലോർഡ് ഡെലൗസി ആണ് അല്ലെ? ആസ് പെർ ദ പോളിസി, ആ ഒരു നിയമത്തിനനുസരിച്ച് എന്താണ് ആ ഒരു നിയമത്തില്? when the ruler of a princely state died without a male heir, the British could annex the state with British India. അതായത് ഇവിടെ എന്താ പറയുന്നത്? പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം പണ്ട് നിലവിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ആർക്കാ? ഈ ദത്തെടുക്കുന്ന കുട്ടികളായിരുന്നു നെക്സ്റ്റ് രാജാവാകുന്ന അധികാരം ലഭിച്ചിരുന്നത്. എന്നാൽ നോക്കി, ഡെലൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ എന്ത് ചെയ്തു? അവർ ഇല്ലാതാക്കി. ഓക്കെ, ഇങ്ങനത്തെ ആ ഒരു നിയമം ക്യാൻസൽ ചെയ്തു. ഓക്കെ, അങ്ങനെ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ എന്ത് പറ്റും? ആ രാജ്യം ബ്രിട്ടീഷിനോട് അവർ കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായി. ഓക്കെ, അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അവരുടെ ഇപ്പം രാജാവിന് ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്ക് വരുന്നതിന് മുമ്പേ, ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്? അവര് കുട്ടിയെ ദത്തെടുക്കുകയും ചെയ്യുന്നു. ഒരു ആൺകുട്ടി അവരെന്തെയും ദത്തെടുത്തിട്ട് അവനായിരുന്നു നെക്സ്റ്റ് രാജാവാകുന്നത്. പക്ഷേ ഇവരൊരു നിയമം കൊണ്ടുവന്നു, അതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സി. ഈ നിയമം വന്നതിന് ശേഷം അവരെന്ത് ചെയ്തു? നിരോധിച്ചു. അങ്ങനെ പാടില്ല, അങ്ങനെ ദത്തെടുക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? യെസ്, അങ്ങനെ ഒരു രാജാവിന് ആൺകുട്ടി ഇല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ പ്രദേശം ആരുടെ കീഴിലാണ്? ബ്രിട്ടീഷുകാരുടെ കീഴിലാവണം എന്നൊരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ആരെടുത്തു? ബ്രിട്ടീഷുകാരെടുത്തു. The British adopted different strategies to annex the princely states, discuss the statement and prepare a note. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ആരുപയോഗിച്ചത്? യെസ്, ഡിഫറെന്റ് സ്ട്രാറ്റജീസ്, വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഓക്കെ, സോ ഈ പ്രസ്ഥാനങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ബൈ 1857 ആൻഡ് എ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഏകദേശം 1857 ഒക്കെ ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗവും പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. നമ്മൾ കണ്ടില്ലേ മാപ്പിൽ, നമ്മൾ കണ്ടല്ലോ ഇന്ത്യയുടെ 3/4 ഭാഗം ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി അല്ലേ? അങ്ങനെ അവർ ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത ഭരണമാണ് അവർ നടപ്പിലാക്കിയത്. എങ്ങനത്തെ ഒരു യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഒറ്റ ഒരു ഭരണമായിരുന്നു അവർ ഫുൾ ഇന്ത്യയിൽ അവർ നടത്തിയിരുന്നത്. ഓക്കെ, സോ നോക്കിയേ, മൈൽ സ്റ്റോൺസ് ടു പവർ. കമ്പനി എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് അവര് വാറിലൂടെ, അവർ യുദ്ധങ്ങൾ വഴിയും വന്നു, അതുപോലെ ലെജിസ്ലേഷൻ വഴി, അതായത് നിയമനിർമ്മാണങ്ങൾ വഴിയും വന്നു അല്ലെ? ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താ കണ്ടത്? നിയമനിർമ്മാണം വഴിയല്ലേ നമ്മൾ കണ്ടത്? എന്തൊക്കെ യുദ്ധങ്ങളായിരുന്നു മെയിൻ ആയിട്ട് നടന്നത്? ഒന്ന്, ദ ബാറ്റിൽസ് ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ, അതായത് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. 2, ആംഗ്ലോ മൈസൂർ വാർ ആയിരുന്നു. അതുപോലെ മറാഠ വാർസ്, അതായത് മറാഠ യുദ്ധങ്ങൾ. എവിടെയൊക്കെയായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസിയും ബക്സാറും വഴി അവർ ബംഗാൾ കീഴടക്കിയും, ആംഗ്ലോ മൈസൂർ വാർ വഴി അവർ മലബാറും കൂർഗും കീഴടക്കി. മറാഠ വാറിലൂടെ അവരെവിടെ കീഴടക്കി? മറാഠ കീഴടക്കി. ഓക്കെ, ഇനി അവര് ലെജിസ്ലേഷൻ വഴി, അതായത് നിയമനിർമ്മാണ വഴി ഏതൊക്കെ നിയമങ്ങളായിരുന്നു? 1, സബ്സിഡറി അലയൻസും, 2, ഡോക്ട്രിൻ ഓഫ് ലാപ്സി, അതായത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. ഈ സബ്സിഡറി അലയൻസ് വഴി അവർ ഹൈദരാബാദ്, തഞ്ചാവൂറും ഇൻഡോറും അവര് കീഴടക്കി. ഡോക്ട്രിൻ ഓഫ് ലാപ്സി വഴി ഝാൻസി, സത്താര, നാഗ്പൂർ എന്നീ സ്ഥലങ്ങൾ അവർ കീഴടക്കി. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റഡ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കോൺകേർഡ് ഏരിയാസ്. അങ്ങനെ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവര് ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ ഇത് വായിക്കണം, ടെക്സ്റ്റ് എടുത്ത് വായിച്ച് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെത്താൻ എഴുതാൻ ശ്രമിക്കുക, കുറേയൊക്കെ നിങ്ങൾ തന്നെത്താൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് സഹായകരമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാനും മറക്കല്ല. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, താങ്ക് യു.